നമസ്കാരം, ഞാൻ കാവാല ശശികുമാർ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴൊരു തർക്കമുണ്ടല്ലോ. ആ തർക്കം പിണറായി വിജയനും ബിനോയ് വിശ്വവും തമ്മിൽ മാത്രമുള്ള തർക്കമാണെന്ന് കരുതുന്നുണ്ടോ? അതോ സത്യൻ മൊകേരിയും വി ശിവൻകുട്ടിയും തമ്മിലുള്ള തർക്കം മാത്രമാണോ? അങ്ങനെയല്ല. അതിനൊരു വലിയ ചരിത്രമുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട പാർട്ടികളായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ ഒരു പ്രതിപക്ഷ ഉപനേതാവിൻ്റെ, കേരള നിയമസഭയിലെ ഒരു പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനത്തെ ചൊല്ലി ഉള്ള തർക്കം മാത്രമല്ല ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ളത്. അതിന് ഒത്തിരി വളരെ പഴയ ചരിത്രമുണ്ട്. അത് സംഗതി വളരെ പഴയതാണ്. അത് അടിസ്ഥാനപരമായി ആശയപരമാണെന്നും ആദർശപരമാണെന്നും ഒക്കെ ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ ആയിരുന്നു തുടങ്ങിയെങ്കിലും ഇന്നതെത്തി നിൽക്കുന്നത് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആമാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചില പൊതുവേദികളെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പറയേണ്ടി വരും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ രണ്ടുമൊന്നും ഇല്ലാതായിരിക്കാമല്ലോ. ആശയവുമില്ല, ആദർശവും ഇല്ലാത്തൊരവസ്ഥയാണ് അവരുള്ളത്. 100 വർഷമായി ആ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തനം തുടങ്ങിയിട്ട്. പക്ഷേ അന്നത്തെ പാർട്ടിയും ഇന്നത്തെ പാർട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളൊരു താരതമ്യം ഇവിടെ പറ്റില്ല. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. എന്നാൽ വളരെ കൗതുകകരമായൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഇതിനെ നിസ്സാരമായി കാണരുത് ഈ തർക്കത്തെ. ഇതൊരു പ്രതിപക്ഷ ഉപനേതാവിന് വേണ്ടി മാത്രമുള്ള ഒരു തർക്കമല്ല. ഇത് വളരെ ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്ന ഒരു തർക്കമാണ്. ബിനോയ് വിശ്വവും പിണറായി വിജയനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് തോന്നും പിണറായി വിജയൻ ദാവൂദും ബിനോയ് വിശ്വവും ഒരു ഗോലിയാത്തുമാണ് എന്ന് തോന്നും. അത്ര വലിയൊരു മനുഷ്യനെ ഒരു ചെറിയ മനുഷ്യനെ നേരിടുകയാണെന്ന് ഒരു തോന്നലുണ്ടാവും. ശരിയാണ്, CPMന് ഒരു വലിയേട്ടൻ മനോഭാവമുണ്ട്. അതിന് നേതാക്കന്മാർക്ക് എപ്പോഴും അത്തരത്തിലുള്ള ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്നതിലും അതിൻ്റെ ധിക്കാരം പ്രകടിപ്പിക്കുന്നതിലും അവരുടെ മേൽക്കോയ്മ പ്രകടിപ്പിക്കുന്നതിലൊക്കെ വലിയൊരു പങ്കുണ്ട്. CPI അങ്ങനെയല്ല. അവർ കുറച്ചുകൂടി മാന്യമായി പെരുമാറുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൻ്റെ നേതാക്കന്മാരും അങ്ങനെയാണ്. ബിനോയ് വിശ്വവും അങ്ങനെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ബിനോയ് വിശ്വം നടത്തുന്ന ഈ നീക്കങ്ങളെ അതിനെ അങ്ങനെ നിസ്സാരമായി തള്ളരുത്. നിസ്സാരമായി തള്ളുന്നത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പല ആൾക്കാരും അതിനെ നിസ്സാരമായി തള്ളുന്നത്. പക്ഷേ അങ്ങനെ നിസ്സാരമായി തള്ളരുത്. ഞാൻ നിസ്സാരമല്ലെന്ന് പറയാൻ കാരണം വരാൻ പോകുന്ന ഒരു രാജ്യസഭാ തിരഞ്ഞെടുപ്പുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളിൽ 3 പേരുടെ കാലാവധി 2027 ഏപ്രിലിൽ കഴിയുകയാണ്. ആ 3 പേരെന്ന് പറയുന്നത് 2 പേര് CPMന്റെ അംഗങ്ങളാണ്, ഒരാൾ മുസ്ലിം ലീഗിന്റെ അംഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 2 പേര് LDF ആണ്, ഒരാൾ UDF ആണ്. LDFിലുള്ള 2 പേരിൽ ഒരാൾ ഇപ്പോൾ ഈ കാലം കഴിയാറാകുമ്പോൾ ബഹളമുണ്ടാക്കുന്ന MP എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ജോൺ ബ്രിട്ടാസ്, അതാണ് ഒരു MP. രണ്ടാമത് മറ്റുള്ള ആൾ ഡോക്ടർ V ശിവദാസ്. ഇവർ രണ്ടുപേരും CPIMന്റേതാണ് ആൾക്കാരാണ്. മുസ്ലിം ലീഗിന്റെ ആളാണ് PV അബ്ദുൾ വഹാബ്. അപ്പോൾ CPMന് 2 MPമാരുണ്ട്. അവരുടെ കാലാവധി കഴിയുകയാണ് 2027 ഏപ്രിലിൽ. മുസ്ലിം ലീഗിന്റെ ഒരാളും. ഇനി ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കണമല്ലോ. പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ 3 പേരിൽ ആരൊക്കെ ജയിക്കും, ആർക്കൊക്കെ ജയിക്കാൻ പറ്റും, ആരുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നൊന്ന് കണക്കാക്കി നോക്കണം. കേരളത്തിലെ 140 MLAമാരാണ്. 36 വോട്ട് വേണം ഒരു MPയെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട്. LDFന് നിലവിലുള്ള കക്ഷിനില നോക്കുന്ന സമയത്ത് LDFന് എത്ര പേരെ ജയിപ്പിക്കാനാവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. UDFന് എത്ര പേരെ ജയിപ്പിക്കാനുള്ള ചോദ്യമുണ്ട്. 36 പേര് വേണം. 102 അംഗസംഖ്യയുണ്ട് UDFന്. എന്നാൽ LDFന്റെ കാര്യം അങ്ങനെയില്ല. CPMന് 26 പേരേ ഉള്ളൂ, CPIക്ക് 8 പേരേ ഉള്ളൂ. 102 പേരുള്ള UDFന് 2 പേരെ ജയിപ്പിക്കുവാൻ 72 വോട്ട് മതി. 36, 72 വോട്ട് മതി. അപ്പോൾ 2 പേരെ ജയിപ്പിച്ചു കഴിഞ്ഞാലും ബാക്കി അവർക്ക് കുറച്ച് വോട്ട് ശേഷിക്കുന്നുണ്ട്. 30 വോട്ട് ശേഷിക്കുന്നുണ്ട്. ഈ 30 വോട്ടിൻ്റെ കൂടെ 6 വോട്ട് കൂടി കിട്ടിയാൽ അവർക്ക് ഒരാളെ കൂടി ജയിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ 3 സീറ്റും UDFന് ലഭിക്കും. LDFന് നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. കാര്യം LDFന്റെ കാര്യത്തിൽ 26 CPMന്റെ വോട്ടും 8 CPIയുടെ വോട്ടും കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണെന്ന് മനസ്സിലായില്ലേ? 34 ഉള്ളൂ. പോരാ. അപ്പോൾ 2 സ്ഥാനാർത്ഥിയുടെ വോട്ട് കൂടി അവർക്ക് കിട്ടണം, എന്നാലേ അവർക്ക് ജയിക്കാനാവുള്ളൂ. എന്നാൽ CPI അവരുടെ നിലപാട് ഒന്ന് കർക്കശപ്പെടുത്തി 8 പേരുള്ള അവർക്ക് ഞങ്ങൾക്കൊരു രാജ്യസഭാ സീറ്റ് നൽകുകയാണെങ്കിൽ ഞങ്ങൾ UDFന്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ UDFന് ഒപ്പം നിൽക്കാൻ പറ്റുന്ന, UDFനും കൂടി അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്താം, ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താം എന്നൊരു തീരുമാനമെടുത്താൽ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അതായത് പഴയ കാലത്ത് CPIയും കോൺഗ്രസും കൂടി ചേർന്ന് കേരളത്തിൽ ഭരണം നടത്തിയ ഒരു കാലമുണ്ട്.
ആ കാലത്തിലേക്ക് ഒരുപക്ഷെ കേരള രാഷ്ട്രീയം തിരിച്ചു പോയിക്കൂടാകുകയില്ല. അപ്പോൾ നിസ്സാരമായി കാണരുത് ഇതിനെ. ഇത് വളരെ ഗൗരവതരമുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നുള്ള അവസ്ഥ ഉണ്ടായല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPM ഉണ്ട്, CPI ഉണ്ട്, ഇവർ തമ്മിൽ എന്തിനായി തർക്കം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടന തന്നെ എങ്ങനെയാണ്? അവർ ആഗോളമായി ചിന്തിക്കും, അത് കഴിഞ്ഞ് ദേശീയമായി ചിന്തിക്കും, അത് കഴിഞ്ഞ് പ്രാദേശികമായി ചിന്തിക്കും. ആഗോളമായി ചിന്തിച്ച് അതിൻ്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് നടക്കുന്ന ചില ചെറിയ ഇളക്കങ്ങൾ വല്ലതും പ്രാദേശികമായി ഉണ്ടായെങ്കിൽ അത്രമാത്രം. അതാണ് അവരുടെ ഒരു വിപ്ലവത്തിൻ്റെ ഒരു രീതി തന്നെ. അങ്ങനെ ഇതുവരെ ഈ ശ്രമം നടത്തിയിട്ടൊന്നും വിപ്ലവം ഉണ്ടായിട്ടില്ല. ആഗോളതലത്തിലുണ്ടായ വിപ്ലവങ്ങളുടെ കണക്കൊക്കെ നമുക്കറിയാവുന്നതാണ്. അവിടുത്തെ പാർട്ടിയുടെ അവസ്ഥയും അറിയാവുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പോലും നമുക്കിന്ന് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു വലിയ വിപ്ലവം നടത്തുവാനുള്ള ശ്രമം നടത്തിയിട്ട് അത് ഇതുവരെ 100 വർഷമായിട്ടും അത് പൂർത്തിയായിട്ടില്ല, നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ആകെ കൂടി നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് റഷ്യയിലും ചൈനയിലും ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ആശയഗതിക്കനുസരിച്ചിട്ടാണ് ഇന്ത്യയിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുകയോ പിളരുകയോ ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറയുമ്പോൾ 1964 ഏപ്രിൽ 11 ഇവിടെ അത് സംഭവിച്ചു. പാർട്ടി പിളർന്നു. 105 അംഗ സമിതിയിൽ നിന്ന്, CPIയുടെ സമിതിയിൽ നിന്ന് 32 പേര് ഇറങ്ങിപ്പോയി പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗോള തത്വപ്രകാരം അനുസരിച്ചിട്ടാണെങ്കിൽ മതത്തിന്റെ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പാർട്ടിയിലെ ഭൂരിപക്ഷം അംഗങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ നിലപാട് എന്താണോ ആ നിലപാടിനോട് ന്യൂനപക്ഷം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അതിന്റെ ഔദ്യോഗികമായ താത്വികമായ നിലപാട്. പക്ഷേ 105 അംഗ സഭയിൽ നിന്ന് 32 പേർ ഇറങ്ങിപ്പോയിട്ട് അവരൊരു തീരുമാനമെടുത്ത് അവരൊരു പുതിയ പാർട്ടി ഉണ്ടാക്കിയതാണ് CPIM മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി. അതാണ് അടിസ്ഥാനപരമായി അപ്പോൾ തന്നെ ഇത് കമ്മ്യൂണിസത്തിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു പാർട്ടി ആയിരുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, ഇവരെങ്ങനെ ഔദ്യോഗികമാകുന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന് അഭിപ്രായങ്ങൾ മാനിക്കണമെന്ന തത്വം പാലിക്കുകയാണെങ്കിൽ CPI പറയുന്നതനുസരിച്ചിട്ടാണ് CPM നിൽക്കേണ്ടിയിരുന്നത്. പക്ഷേ CPM എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ഔദ്യോഗിക പക്ഷം എന്ന് പറയാൻ പറ്റില്ല. ഔദ്യോഗിക പക്ഷം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPI ആണ്. തർക്കം ഒന്ന്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ തമ്മിൽ യോജിക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPI ആണ്. തത്വം പറഞ്ഞാൽ അത് CPM അംഗീകരിക്കുമോ? പാർട്ടിയുടെ വളർച്ച, പാർട്ടിയുടെ ഘടന, പാർട്ടിയുടെ സംവിധാനം, പാർട്ടിയുടെ സ്വത്തുവകകൾ, പാർട്ടിയുടെ ആസ്തി എല്ലാം കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ CPM ആണ് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ വലിയ പാർട്ടി. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് CPIയെ അംഗീകരിക്കുവാനായിട്ട് ഈ വലിയേട്ടൻ സമ്മതിക്കില്ല എന്നുള്ളത് ഒരു വസ്തുത. രണ്ടാമത്, ഈ EMS, സുന്ദരയ്യ, ഹർകിഷൻ സുർജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ CPIM ഉണ്ടാക്കി സമയത്ത് അത് ഒറിജിനൽ ആയിരിക്കുന്ന CPIയിൽ നിന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് പാർട്ടി ആയിരുന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നല്ലോ. ഇനി ലയിക്കണം എന്നുള്ള ആവശ്യം പല കാലങ്ങളായും ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങനെ പറയുന്ന സമയങ്ങളിലെല്ലാം പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. CPI ഏതെല്ലാം തരത്തിൽ കോംപ്രമൈസിന് തയ്യാറാണെങ്കിലും ആ കോംപ്രമൈസ് ഒന്നും അംഗീകരിക്കാൻ തയ്യാറായ CPM അവരെ അപഹസിച്ച് വിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഈ പാർട്ടി പിളർന്ന് CPIM രൂപീകരിക്കപ്പെട്ട സമയത്ത് ആലപ്പുഴയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആലപ്പുഴ പ്രസംഗം എന്ന നിലയിൽ അത് വളരെയേറെ പാർട്ടിയുടെ ചരിത്രപരമായ ഒരു പ്രസംഗമാണ്, പ്രസിദ്ധമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇറങ്ങിപ്പോന്നിരിക്കുന്ന ആൾക്കാരെ അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് അവരാണ് ശക്തി എന്നും ബാക്കിയുള്ള ആൾക്കാരെ ദുർബലരാണെന്നും അവരെ ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറഞ്ഞത്, ഈ കയ്യിലൊരു കോടാലിയോ വെട്ടുകത്തിയോ ഏന്തുവാൻ അല്ലാത്ത ആൾക്കാർ ഞങ്ങളുടെ കൂടെ വരണ്ട. ഭാരതത്തിൻ്റെ വിമോചനം, ഇന്ത്യയുടെ വിമോചനം സായുധ വിപ്ലവത്തിലൂടെ എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അന്ന് അച്യുതാനന്ദൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മാർഗത്തിലല്ലാതെ സായുധ വിപ്ലവത്തിൻ്റെ മാർഗത്തിൽ ഇന്ത്യയെ മോചിപ്പിച്ച് ഭരണം പിടിക്കാമെന്ന് വെച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു CPIM. അങ്ങനെ CPIMൻ്റെ പ്രവർത്തനം കുറേ കാലം കഴിഞ്ഞ സമയത്ത് ഈ CPMൻ്റെ പ്രവർത്തനത്തിൽ ഈ പറഞ്ഞ ലക്ഷ്യമൊന്നും നടക്കാൻ പോകുന്നില്ല, സായുധ വിപ്ലവമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അവർ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ആവുന്നു എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ട് 1967 ആ CPIM പിളർന്നു. അത് പക്ഷേ അവരിതുവരെ പറയാറില്ല, അവർ സമ്മതിക്കാറുമില്ല. CPIM പിളർന്നാണ് നക്സൽ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ സായുധ വിമോചന നടത്തുവാൻ വേണ്ടിയിട്ട്, സായുധ വിപ്ലവം നടത്തുവാൻ വേണ്ടിയിട്ട് ചാരു മജുദാറിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ഒരു വലിയ ഒരു സന്താളന്മാരുടെ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു വലിയ വിപ്ലവം നടത്തി. അത് നക്സൽബാരി എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ അവിടെ നടത്തിയ വിപ്ലവമായതുകൊണ്ട് അത് അങ്ങനെ ആ വിപ്ലവം നടത്തിയ വിഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നക്സൽ പാർട്ടികൾ, നക്സൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്ന് അറിയപ്പെടുകയും ചെയ്തു. അവരാണ് സായുധ വിമോചനത്തിന് ശ്രമം നടത്തിയത്. ഈ സായുധ വിമോചനത്തിനെ ബീജിംഗ്, അതായത് ചൈന അംഗീകരിച്ചു.
കമ്മ്യൂണിസ്റ്റ് CPIയെയും CPMനെയും ഒക്കെ അംഗീകരിക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ട് ചൈന അംഗീകരിച്ചത് ഈ സായുധ വിപ്ലവത്തെ നടത്തിയ നക്സലുകളെയാണ്. പീക്കിംഗ് റേഡിയോ പീക്കിംഗ് എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വളരെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നാണ് നക്സൽബാരിയിൽ നടന്ന ആ സായുധ വിപ്ലവത്തെ അവർ വിശേഷിപ്പിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPIയെയോ CPMനെയോ ചൈനയും ഒന്നും വലിയ കാര്യമായി അംഗീകരിക്കുന്നില്ല. പക്ഷേ അവർ സായുധ വിപ്ലവത്തെ, ഇന്ത്യയിലെ സായുധ വിപ്ലവത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥ വിപ്ലവകാരികളായി അവർ അന്നും ഇന്നും കണക്കാക്കുന്നത് ഈ തരത്തിലുള്ള നക്സൽ പ്രവർത്തനം നടത്തുന്ന ആളുകളെയാണെന്നുള്ളത് മറ്റൊരു ഭാഗം. അപ്പോൾ ഇങ്ങനെ CPIയിൽ നിന്ന് CPM ഉണ്ടായി, CPMൽ നിന്ന് നക്സൽ ബാരിയും ഉണ്ടായി. അങ്ങനെ നക്സൽ പാർട്ടിയും പ്രവർത്തനം ഉണ്ടായി. അങ്ങനെ പലതായിട്ട് വീണ്ടും CPM പിളർന്നിട്ടുണ്ട്. CPMൽ നിന്നുള്ള പിളർപ്പുകളാണ് കൂടുതൽ ഉണ്ടാക്കിയത് CPIയേക്കാൾ. അതാണ് വിചിത്രമായ കാര്യം. ഇപ്പോൾ CMB എന്ന് പറയുന്ന പാർട്ടി പോലും, MV രാഘവന്റെ CMB എന്ന പാർട്ടി പോലും ഇപ്പോൾ കേരളത്തിലെ ഭരണകക്ഷിയായിരിക്കുന്ന UDFന്റെ ഭാഗമായിരിക്കുന്ന CMB ഒരു മന്ത്രിയുണ്ടല്ലോ അവർക്ക്. അപ്പോൾ ആ മന്ത്രിയും CP ജോൺ എന്ന് പറയുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള ആ പാർട്ടി പോലും പിളർന്നു വന്നിരിക്കുന്നത് CPIMൽ നിന്നാണ് പിളർന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPIയും CPMും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ലയനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഒരുപക്ഷെ CMBയിൽ ചിലപ്പോൾ ഇതിലേക്ക് കൂടുതൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സ്വഭാവമുള്ള ആളുകൾ എത്തിച്ചേർന്നാലും CPIയും CPMും തമ്മിൽ യോജിക്കുന്ന കാര്യം വളരെ അസാധ്യമാണെന്ന് തന്നെ പറയണം. അതിനും പിന്നെ ചരിത്രപരമായ കാര്യങ്ങളുണ്ട്. 1956 സംസ്ഥാനത്തിന്റെ പുനഃസംഘടനയ്ക്ക് ശേഷം ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിലൂടെ ലോകത്ത് അധികാരത്തിൽ വന്നത് കേരളത്തിലാണല്ലോ. അങ്ങനെ കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് CPI അതിൻ്റെ ഭാഗമാണ്. അന്ന് CPI ആണ് മുഖ്യമായിട്ട് ഉള്ളതെന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷമായിരുന്നല്ലോ ഈ പിളർപ്പൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ CPIയിൽ നിന്ന് പിളർപ്പുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു പിൽക്കാലത്ത് CPIയുടെ നേതാവായിരിക്കുന്ന അച്യുത മേനോനൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. TV തോമസ് ഒക്കെ അത് ആ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ധനകാര്യ കാർഷിക വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളായിരുന്നു അച്യുത മേനോൻ. അങ്ങനെ അച്യുത മേനോൻ അവതരിപ്പിച്ചതാണ് CPIM അവരുടെ വലിയ നേട്ടമാണെന്നും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ EMS ഗവൺമെന്റിന്റെ നേട്ടമാണെന്നും പ്രചരിപ്പിക്കുന്ന ഭൂപരിഷ്കരണ ബില്ല്. അങ്ങനെ ബില്ലൊക്കെ അവതരിപ്പിച്ചെങ്കിലും ആ ബില്ല് പാസ്സാക്കുവാൻ കഴിയാതെ വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സർക്കാർ വീണു കഴിഞ്ഞിട്ട് പിന്നീട് 1964 പാർട്ടി പിളർന്നു. പക്ഷേ 68 വീണ്ടും ഇവർ അധികാരത്തിൽ വന്നു. അപ്പോൾ അധികാരത്തിൽ വന്നപ്പോഴും ഈ പിളർന്നു വേർപിരിഞ്ഞ CPIയുടെയും കൂടെ സഹായത്തിലാണ് സർക്കാർ ഉണ്ടാക്കിയത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പാർട്ടി പിളർന്ന ശേഷം CPIയുടെ സഹായമില്ലാതെ CPMന് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടുകളും കൊടുക്കൽ വാങ്ങലുകളുള്ള പാർട്ടികളാണ്. എന്നിട്ടാണ് അവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ EMS സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. അങ്ങനെ CPIയെ കൂട്ടുപിടിച്ചാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ ആ സമയത്ത് ഈ CPIയുടെ വളർച്ച അത് ഭാവിയിൽ CPIMന് അപകടമാകുമെന്ന് കൃത്യമായ ഒരു ബോധ്യമുണ്ടായിരുന്ന ആളാണ് EMS. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ മുതലേ CPIയുടെ മന്ത്രിമാരെ നിയന്ത്രിക്കുക, അവരെ ചവിട്ടിത്താഴ്ത്തുക, അവരെ ഏതെങ്കിലും തരത്തിൽ ഒക്കെ ഒതുക്കിക്കളയുക, അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുക ഒക്കെ ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ EMSന്റെ സ്വഭാവമായിരുന്നു. അങ്ങനെ TV തോമസ് എന്ന് പറയുന്ന, അതായത് പാർട്ടി പിളർന്ന സമയത്ത് സ്വന്തം കുടുംബജീവിതം പോലും ത്യജിച്ചുകൊണ്ട് CPIയിൽ ഉറച്ചു നിന്ന ആളാണ് TV തോമസ്. ഭാര്യ KR ഗൗരി അന്ന് CPMലേക്ക് പോവുകയുണ്ടായി. അവരുടെ എന്താ പറയുക ഒരു ജീവിതം, അവരുടെ കുടുംബജീവിതം അങ്ങനെ അകന്നു പോവുകയും ചെയ്തു. അത് വേറൊരു ഭാഗം. ഈ TV തോമസ് ആയിരുന്നു EMSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കണ്ണിലെ കരട്. ആ TV തോമസിനെ ഏതൊക്കെ തരത്തിൽ ചവിട്ടാമോ അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പാർട്ടിയുടെ ചരിത്രവും സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പ്രവർത്തന ചരിത്രവും വ്യക്തമാക്കുന്നത്. അങ്ങനെ EMS ഒരു അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ മുന്നണിയിൽ പോലും ആലോചിക്കാതെ ഒരു ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനം നടത്തി TV തോമസിനെതിരെ. TV തോമസ്, MN ഗോവിന്ദൻ നായർ, അതുപോലെ നമ്മുടെ B വെല്ലിംഗ്ടൺ, ഈ 3 മന്ത്രിമാർക്കെതിരെയായിരുന്നു ആക്ഷേപങ്ങൾ ഉണ്ടായത്. അതിൽ TV തോമസിനെതിരെയുള്ള കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ സ്വയം പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇങ്ങനെ മുന്നണി മര്യാദ ലംഘിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് CPI സർക്കാരിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ആദ്യത്തെ വിമോചന സമരത്തിലൂടെയാണ് EMS സർക്കാരിൻ്റെ പതനമുണ്ടായതെങ്കിൽ രണ്ടാമത്തെ പതനത്തിന് കാരണം CPI ആയിരുന്നു. അതിന് കാരണം പരസ്പര വിശ്വാസമില്ലായ്മയായിരുന്നു. എന്ന് പറഞ്ഞാൽ CPIയും CPMും തമ്മിലുള്ള ശത്രുതയ്ക്ക് വളരെയേറെ ആഴം ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഈ TV തോമസ് CPIയിൽ നിന്ന് CPIയുടെ നേതാവ്, അദ്ദേഹത്തിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം വന്നു, അദ്ദേഹം രാജിവെച്ചു, സർക്കാർ വീണു, അതോടെ ശത്രുത വർദ്ധിച്ചു. നിയമസഭ പിരിച്ചുവിടണമെന്ന് EMS
ശുപാർശ ചെയ്തു. പക്ഷേ CPI അന്ന് അച്യുതമേനോൻ ഡൽഹിയിൽ രാജ്യസഭാംഗമാണ്. അച്യുതമേനോൻ്റെ ഇന്ദിരാഗാന്ധിയുടെ മേലുള്ള സ്വാധീനമോ അവർ തമ്മിലുള്ള ചർച്ചയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അധികാരം നഷ്ടപ്പെട്ട ഒരു സർക്കാരിൻ്റെ ശുപാർശ സ്വീകരിക്കേണ്ട, പകരം നിയമസഭയെ സസ്പെൻഡ് ആനിമേഷൻ മരവിപ്പിച്ച് നിർത്തുക, അത് പിരിച്ചുവിടരുത് എന്നുള്ള തീരുമാനം എടുപ്പിക്കുകയും അങ്ങനെ മരവിപ്പിച്ച് നിർത്തുകയും ചെയ്തു. പിന്നീട് അത് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏൽക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒരു ചരിത്രം. അതാണ് രണ്ടാമതെന്നല്ല, ഏറ്റവും വലിയ ശത്രുത ഈ CPM-ന് CPI-യോടുണ്ടാകുവാൻ, പ്രത്യേകിച്ച് CPM നയിച്ച EMS-ന് CPI-യോടുണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. അങ്ങനെ 1970 ജാനുവരി 1 ഈ അച്യുതമേനോൻ്റെ സർക്കാർ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി. ആ നിയമം പക്ഷേ ഇപ്പോഴും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതും CPM പ്രചരിപ്പിക്കുന്നതും അത് EMS ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് CPM CPI-യോട് കാണിക്കുന്നത്. ഈ ഒരു ക്യാമ്പിൽ, CPI-യുടെ ഒരു ക്യാമ്പിൽ, യുവജന ക്യാമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അത്ര കൃത്യമായി ഓർമ്മ വരുന്നില്ല. അതിൽ ഈ CPI-യുടെ താത്വിക ആചാര്യന്മാരിൽ ഒരാളായിരുന്ന NE ബലറാം, അദ്ദേഹത്തിനോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഈ CPIM എന്ന് അവരുടെ പാർട്ടിക്ക് പേരുണ്ടല്ലോ, നമ്മൾ മാർക്സിസത്തെ അംഗീകരിക്കുന്നില്ലേ എന്നായിരുന്നു ആ യുവാവിൻ്റെ ചോദ്യം. അതിന് വളരെ കൗതുകരമായ ഒരു മറുപടിയാണ് NE ബലറാം നൽകിയത്. അത് വളരെ ചരിത്രപരമായ ഒരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, അതിലെ M എന്ന് പറയുന്നത് മാർക്സിസം എന്നാണ്. മാർക്സിസം ഇല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇല്ല. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർക്സിസം ഉണ്ട്. അപ്പോൾ അതിൽ മാർക്സിസം ഉണ്ട് എന്ന് പ്രത്യേകം ഇവരെടുത്ത് പറയുന്നത് ആ M-നെ നിങ്ങൾ മാർക്സിസമായിട്ടല്ല വ്യാഖ്യാനിക്കേണ്ടത്, പകരം മാർക്കറ്റിംഗ് ആയിട്ടാണ് വ്യാഖ്യാനിക്കേണ്ടതെന്നാണ്. മാർക്കറ്റിംഗ് ആണ് അവരുടെ പ്രധാനപ്പെട്ട കച്ചവടമാണ് അവരുടെ അടിസ്ഥാന സ്വഭാവം. അതുകൊണ്ട് CPIM-ന്റെ M എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അവരെ എപ്പോഴും ചെയ്യുന്നത് ഭൂസ്വത്ത് സ്വന്തമാക്കുക, സ്ഥാപനങ്ങൾ സ്വന്തമാക്കുക, ഓഫീസുകൾ കെട്ടിപ്പടുക്കുക എന്ന് തുടങ്ങിയതാണ് അവരുടെ ആശയങ്ങളും അവരുടെ കാഴ്ചപ്പാടും അവരെപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് മാർക്കറ്റിംഗ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒന്ന്. രണ്ടാമത്, ഈ ജാലവിദ്യക്കാരനായ EMS-ന്റെ കാലത്തിന് ശേഷം എത്ര കാലം ഈ CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് ആയുസ് ഉണ്ടാകുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാനാവില്ല എന്ന് അക്കാലത്ത് ഇദ്ദേഹം പറയുകയുണ്ടായി, ബലറാം പറയുകയുണ്ടായി. ഏതാണ്ട് അതുപോലെ തന്നെയാണ് EMS-ന്റെ കാലശേഷം CPIM-നുണ്ടായിരിക്കുന്ന പതനം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൻ്റെ ആധിപത്യത്തിലേക്ക്, ഒരു വ്യക്തിയുടെ വ്യക്തിയിലേക്ക് മാത്രമായി പാർട്ടി ചുരുങ്ങി പോവുകയും വ്യക്തി വികസിക്കുകയും വ്യക്തിയുടെ നിയന്ത്രണത്തിലേക്ക് പാർട്ടി മാറുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. ഇങ്ങനെ ആയിരിക്കുകയും ഈ UDF എന്ന് പറയുന്ന സങ്കല്പത്തിൽ CPM കാണിച്ചുകൊണ്ടിരുന്ന വലതുപക്ഷ വ്യതിയാനങ്ങൾ എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ പറയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആ പാർട്ടിയുടെ അടിസ്ഥാന ദർശനവും കാഴ്ചപ്പാടുകളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നടത്തുന്ന മുന്നണി മര്യാദകൾ ഒക്കെ ലംഘിച്ചുകൊണ്ട് മുന്നണിയെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് നടത്തിയിരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത് CPI-ക്കായിരുന്നു. ആ CPI-യുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കാനം രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു പാർട്ടി സെക്രട്ടറി. അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ വളരെ കർക്കശ നിലപാടുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇൻറോഡ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വ്യാപനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് KM മാണിയെ കൂട്ടുപിടിക്കണം എന്ന് തീരുമാനിച്ച സമയത്ത് അതിനെ കർശനമായിട്ട് എതിർത്ത് നിന്നത് കാനം രാജേന്ദ്രനായിരുന്നു. കാനം രാജേന്ദ്രൻ അന്ന് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല, അത് പാർട്ടിക്ക് സ്വയം ചെയ്യാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രഖ്യാപനം. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധം, അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായ ഒരു പങ്കുണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുകയൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ആ TP ചന്ദ്രശേഖരൻ വധം നടന്ന ശേഷം ആ സ്ഥലത്ത് കോഞ്ചിയത്ത് ചെന്ന് പാർട്ടി നേതാവായ പിണറായി വിജയൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെയാണ് എന്നൊരു വളരെ കുപ്രസിദ്ധമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനുശേഷം പിറ്റേന്ന് അവിടെ അതേ സ്ഥാനത്ത് നമ്മുടെ കാനം രാജേന്ദ്രൻ അവിടെ എത്തുകയും പത്രക്കാർ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുകയും ഇങ്ങനെയാണല്ലോ പ്രതികരണം ഉണ്ടായെന്ന് ചോദിച്ച സമയത്ത് കാനം രാജേന്ദ്രൻ പറഞ്ഞൊരു പ്രതികരണമുണ്ട്, ഒരാളുടെ ഭാഷ അയാളുടെ സംസ്കാരത്തെയാണ് വെളിപ്പെടുത്തുന്നതെന്ന്. വളരെ കർക്കശമായൊരു നിലപാടായിരുന്നു അത്. ആ നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും CPI-യെ ഏതൊക്കെ തരത്തിൽ ഒതുക്കാമോ, ഏതൊക്കെ തരത്തിൽ ചവിട്ടാമോ, ഏതൊക്കെ തരത്തിൽ നിഷ്ക്രിയവും നിഷ്പ്രഭവുമാക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി. കോടിയേരി ബാലകൃഷ്ണനൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നു. ഇപ്പോൾ MV ഗോവിന്ദൻ അദ്ദേഹത്തിനെ ഒരു പാവയാക്കി വെച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് പിണറായി വിജയനാണ്. എന്തിനത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിലാണ് വളരെ ഇപ്പോഴും അവ്യക്തമായ ഒട്ടേറെ കാര്യങ്ങളുള്ളത്. പാർട്ടിയുടെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവായിട്ട്
ഐക്ക് സ്ഥാനം കൊടുക്കുന്നുള്ളത് കൊണ്ട് എന്താണ് ഇത്ര അപഖ്യാതി, എന്താണ് ഇത്ര കുഴപ്പം? അപ്പോൾ തൻ്റെ കാലത്ത്, താൻ ഇരിക്കുന്ന കാലത്ത് സി പി ഐക്ക് വേണ്ടിയിട്ട് സി പി ഐക്ക് അനുകൂലമായ ഒരു കാര്യവും എടുത്തില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടതുപക്ഷത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് അത് ഇല്ലാതാകുന്നത് ഞാൻ മൂലമാണെങ്കിൽ, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം, കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയുള്ള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിന് എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചൊഴിഞ്ഞ ആളാണ് പി കെ വാസുദേവൻ നായർ. അങ്ങനെ പോലും ഈ സി പി എമ്മിൻ്റെ ഓടുകൂടിയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സഖ്യത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ത്യാഗം സഹിച്ച പാർട്ടിയാണ്. പക്ഷെ അതൊന്നും ഈ പാർട്ടിക്ക്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എമ്മിന് സി പി ഐയോട് കാണിക്കുവാൻ ഇതുവരെ തോന്നിയിട്ടില്ല, കാണിക്കുകയുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഉപനേതാവ് സ്ഥാനം സി പി ഐക്ക് കൊടുക്കാൻ ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. പക്ഷെ പാർട്ടി ലയിക്കണം എന്നുള്ള ആവശ്യം എപ്പോഴൊക്കെ സി പി ഐ ഉന്നയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരെ അപഹസിച്ച് വിടുകയാണ് സി പി ഐ എം ചെയ്തിരിക്കുന്നുള്ളത്. ഇതിനിടയിൽ ഈ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളതിലുള്ള പ്രശ്നം, ഈ മത്സരത്തിൽ അവസാനം ഇത് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് സി പി ഐയുമായി ചേർന്ന് ഒരു രാഷ്ട്രീയ കളി കളിക്കുവാൻ വേണ്ടിയുള്ള അവസരം ഒരുങ്ങുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിലെ പുതിയ ഒരു മാറ്റത്തിന് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ 2 എം പിമാർ ഉറപ്പായും കേരളത്തിലെ രാജ്യസഭയിൽ നിന്ന് പുറത്തേക്ക് പോരുകയാണ്. അവിടേക്ക് ഒരു കാരണവശാലും സി പി ഐ എമ്മിന് ഒരംഗത്തെ അയക്കുവാൻ കഴിയില്ല. അഥവാ ഇനി അങ്ങനെ അയക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഇവിടെ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ചില അന്തർധാരകൾ ഉണ്ട് എന്ന് പല കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രീയ വർത്തമാനം നമുക്ക് ആവർത്തിക്കേണ്ടി വരും. കാത്തിരുന്ന് കാണാം. നമസ്കാരം.